മരുമക്കളെ പ്രേമിക്കുന്ന അമ്മായിയപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചത്. 37-ാമത്തെ വാക്യം. ഇനി നമുക്ക് അതിൻ്റെ തുടർക്കഥ വായിക്കാം. 38-ാമത്തെ വാക്യം മുതൽ. 38. തനിക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത കാര്യം ചെയ്യുന്നതിന് നബിക്ക് യാതൊരു കുറ്റവുമില്ല. മുമ്പ് കഴിഞ്ഞു പോയവരിൽ അള്ളാഹു നടപ്പിൽ വരുത്തിയ അവൻ്റെ നടപടി പോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന വ്യവസ്ഥാപിതമായ ഒരു ഖണ്ഡിത തീരുമാനമാകുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന ഖണ്ഡിത തീരുമാനമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് സ്വന്തം പ്രജകളെ കബളിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊന്നും അള്ളാഹുവിൻ്റെ കൽപ്പനയല്ല. അള്ളാഹു ഇത്ര മണ്ടനോ ഇത്ര നെറികെട്ടവനോ ആവാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു അള്ളാഹു ഉണ്ടെങ്കിൽ ഇവിടെ അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദാണ് അനുയായികളെ കബളിപ്പിക്കുന്നത്. സ്വന്തം മരുമകളെ, അത് സ്വന്തം മകൻ്റെ ഭാര്യയെ പാട്ടിലാക്കിയതിനെ തുടർന്ന് ആളുകൾ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ട് മുറുമുറുപ്പ് നടത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഇവിടെ നടപ്പിലാക്കിയത്, തൻ്റെ ഇഷ്ടമൊന്നുമല്ല ഇവിടെ നടപ്പിലാക്കിയത്, അതിനൊക്കെ അള്ളാഹുവിന് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ മുമ്പും പ്രവാചകന്മാർ ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിച്ചിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു, ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. ഏതാണ് ആ പ്രവാചകന്മാർ എന്ന് ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പ് ഇഖ്റ എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രഭാഷണത്തിൽ വിശദമായിട്ട് സംസാരിച്ച ഒരു വിഷയമാണ്. ഈ 38-ാമത്തെ വാക്യത്തിൻ്റെ തഫ്സീറായിട്ട് ഇബ്നു അബ്ബാസ് കൊടുത്തിട്ടുള്ളതാണിത്. There is no sin or offense for the prophet in that which Allah makes his due. In the dispensation Allah makes for him by making him marry. That was Allah's way. Thus was Allah's decree with those who passed away of old before Muhammad. The reference here is to David and his marriage to the wife of Uriah, and it is also said that this refers to the marriage of Solomon with Balqis, and the commandment of Allah is certain destiny. The decree of Allah must necessarily take place. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. എന്താ പറഞ്ഞത്? മുമ്പ് കഴിഞ്ഞു പോയവരിൽ അള്ളാഹു നടപ്പിൽ വരുത്തിയ അവൻ്റെ നടപടി പോലെ തന്നെ ഇതും അള്ളാഹുവിൻ്റെ ഒരു നടപടിയാണ്. ഇതിനൊന്നും നീ നാട്ടുകാരെ പേടിക്കേണ്ട കാര്യമില്ല. അള്ളാഹു നടപ്പിലാക്കുന്നത് അങ്ങോട്ട് നടപ്പിലാക്കിയാൽ മതി, അള്ളാഹു കൽപ്പിക്കുന്നത് അങ്ങോട്ട് നടപ്പിലാക്കിയാൽ മതി. പ്രവാചകന്മാർ പണ്ടും ഇങ്ങനത്തെ വൃത്തികേടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അള്ളാഹിൻ്റെ പതിവാണ്, പ്രവാചകന്മാരുടെ പതിവാണ്. ആരാണ് വൃത്തികേട് ചെയ്തത് എന്നാണിപ്പോൾ ഇബ്നു അബ്ബാസ് നമുക്ക് പറഞ്ഞു തന്നത്. ഒന്ന് ദാവീദ്, വേറൊന്ന് സോളമൻ. ദാവീദിൻ്റെ മകൻ തന്നെയാണ് സോളമൻ. ഇവർ രണ്ടാളും ചെയ്ത വൃത്തികേടുകൾ എന്താണ് എന്ന് ബൈബിൾ കഥയിലും ഈ ഖുർആനിൽ ഒരാടിൻ്റെ കഥയായിട്ട് സിംബോളിക്കായിട്ട് ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ദാവീദ് 99 ഭാര്യമാരുണ്ടായിരുന്ന സമയത്ത് തൻ്റെ മട്ടുപ്പാവിൽ നിന്ന് അപ്പുറത്ത് ഏതോ കുളത്തിൽ കുളിക്കുന്ന പെണ്ണിനെ കണ്ടു. പെണ്ണിൻ്റെ കുളിസീൻ കണ്ടു. കുളിസീൻ കണ്ടപ്പോൾ ആ പെണ്ണ് ആരുടെ പെണ്ണാണ്, ഏത് പെണ്ണാണ് എന്ന് അന്വേഷിച്ചു. അപ്പോൾ തൻ്റെ സൈന്യത്തിലുള്ള ഊരിയ എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ് എന്നറിഞ്ഞു. അങ്ങനെ ആ പെണ്ണിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ച് ആ പെണ്ണുമായിട്ട് ബന്ധപ്പെട്ടു. കാരണം രാജാവാണ്, രാജാവ് വിളിച്ചാൽ പിന്നെ പോവാതിരിക്കാനും അനുസരിക്കാതിരിക്കാനും പറ്റില്ല. പെണ്ണ് അതിന് വഴങ്ങി. അങ്ങനെ പെണ്ണ് ഗർഭിണിയായി. പെണ്ണിൻ്റെ ഭർത്താവായ ഊരിയനെ ആ ഗർഭം ഏറ്റെടുപ്പിക്കാൻ വേണ്ടി ചില കളികളൊക്കെ ദാവീദ് കളിച്ചു. ആ കളി പരാജയപ്പെട്ട സമയത്ത് ഊരിയനെ ചതിയിൽ കൊലപ്പെടുത്തി. ഊരിയനെ സൈന്യത്തിലേക്ക് യുദ്ധത്തിന് അയച്ച് മുന്നണിയിൽ തന്നെ അയാളെ നിർത്താൻ നിർദ്ദേശം കൊടുത്ത് അങ്ങനെ കൊലക്ക് കൊടുത്തു. അങ്ങനെ ഊരിയ എന്ന സൈനികനെ കൊലപ്പെടുത്തിയിട്ട് അയാളുടെ ഭാര്യയായിരുന്ന പെണ്ണിനെ, ഗർഭിണിയായ പെണ്ണിനെ വിവാഹം ചെയ്ത് കൂടെ കൂട്ടി. ആര്? ദാവൂദ് നബി. ദാവീദ് എന്ന് പറയുന്ന ആൾ. 99 ഭാര്യമാരുണ്ടായിരിക്കുകയാണ്. ഒരു ഭാര്യ മാത്രം ഉണ്ടായിരുന്ന ഈ ഊരിയയുടെ ഭാര്യയെ കൂടി ഊരിയയെ ചതിച്ച് കൊന്നിട്ട് കൈക്കലാക്കിയത്. ഈ വൃത്തികേട് ചെയ്ത ആളാണ് ദാവീദ്. അള്ളാഹിൻ്റെ പ്രവാചകനാണ്. അപ്പോൾ അള്ളാഹ്ക്കും പ്രവാചകന്മാർക്കും ഇതുപോലുള്ള വൃത്തികേടുകളൊക്കെ പണ്ടേ പതിവുണ്ട് എന്നാണ് ഇവിടെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെ സോളമൻ ബിൽക്കീസിനെയും ഇതുപോലെ കല്യാണം കഴിച്ച ഒരു കഥയുണ്ട്.
ആ കഥയാണ് എന്നും വേറെ ചിലർ പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്താണ് പറഞ്ഞത്. കാരണം പ്രവാചകന്മാർ എന്നാണ് പറഞ്ഞത്. പല പ്രവാചകന്മാരും മുമ്പ് ഇതുപോലെയുള്ള വൃത്തികേടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ച് അള്ളാഹിൻ്റെ ഇഷ്ടപ്രകാരം അള്ളാഹ് ജയിച്ചതാണ് എന്നാണ് ഒരു ഉസുറും പുളിയില്ലാതെ അള്ളാഹു ഇവിടെ പറഞ്ഞത്. ഇനി ഇതേ സംഭവം മുഹമ്മദ് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഊരിയയെ ഇവൾ ഗർഭിണിയായതിന് ശേഷം ആ ഗർഭം ഏറ്റെടുപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ ചതിയിൽ കൊലപ്പെടുത്തുകയാണ് ദാവീദ് ചെയ്തതെങ്കിൽ മുഹമ്മദ് ഈ സെയ്ദ് എന്ന് പറയുന്ന ആ പാവത്തിനെ കബളിപ്പിച്ച് ഒരു ഡമ്മി ഭാര്യയായിട്ട് കൂടെ നിർത്തി മുഹമ്മദിന് ആവശ്യമുള്ള പെണ്ണിനെ മുഹമ്മദ് ഉപയോഗിച്ചു കൊണ്ടിരുന്നു. അതിൽ അസംതൃപ്തനായ സെയ്ദ് ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചപ്പോൾ അള്ളാഹിൻ്റെ തിട്ടൂരം ഇറക്കിക്കൊണ്ട് വീണ്ടും അവനെ നിർബന്ധിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും അവൻ അതിന് തയ്യാറാവാതിരുന്നപ്പോൾ അവൻ വിവാഹമോചനം ചെയ്തപ്പോൾ ആ പെണ്ണിനെ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ വെപ്പാട്ടിയായിട്ടോ കൂട്ടിക്കൊണ്ടുവന്നു. ഭാര്യ എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം കല്യാണമൊന്നും നടന്നിട്ടില്ല. മഹർ നേരത്തെ കൊടുത്തിട്ടുണ്ട്. സെയ്ദിന് വേണ്ടി മഹർ കൊടുത്തത് മുഹമ്മദായിരുന്നു. പിന്നെ രണ്ടാമത് മഹർ കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അന്നേ മഹർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മഹർ കൊടുത്ത് ഡമ്മി ഭാര്യയാക്കി സെയ്ദിൻ്റെ കൂടെ നിർത്തി കാര്യങ്ങൾ നടത്തി പോരുമ്പോഴാണ് സെയ്ദ് ഇങ്ങനെ പറ്റിച്ചത്. ഈ ഔപചാരികമായി വിവാഹമോചനം നേടിയ സൈനബിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അതാണ് സൈനബ കല്യാണം എന്ന് പറയുന്നത്. അതിനുശേഷം ഈ സെയ്ദിനോടുള്ള പ്രതികാരം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു മുഹമ്മദ്. അവസാനം ഊരിയയെ ചെയ്ത അതേപോലെ സെയ്ദിനെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത, ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സാമ്രാജ്യത്തിനെതിരായിട്ട് ഒരു ചെറിയ സൈന്യത്തെ അയച്ചുകൊണ്ട് ആ സൈന്യത്തിൻ്റെ തലവനാക്കി സെയ്ദിനെ നിശ്ചയിച്ചുകൊണ്ടും സെയ്ദാണ് ആദ്യം യുദ്ധത്തിന് ഇറങ്ങേണ്ടത് എന്ന നിർദ്ദേശം നൽകിക്കൊണ്ടും സെയ്ദിനെ ചതിച്ചു കൊല്ലുകയാണ് മുഹമ്മദ് ചെയ്തത്. മുഅത്ത എന്ന് പറയുന്ന ഒരു യുദ്ധമുണ്ട്. നിങ്ങൾ ആ മുഅത്ത യുദ്ധത്തിൻ്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്ക്. സെയ്ദിനെയും അതുപോലെ കൊലക്ക് കൊടുക്കാൻ മുഹമ്മദ് ആഗ്രഹിച്ചിരുന്ന 2-3 പേരെയും സൈനികരുടെ നേതാക്കന്മാരാക്കി നിശ്ചയിച്ചുകൊണ്ട് മുഹമ്മദ് അവരെ സെയ്ദിനെ കൊലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞയച്ച് നടത്തിച്ച ഒരു യുദ്ധമാണ് മുഅത്ത യുദ്ധം. ആ യുദ്ധത്തിൽ ആദ്യം സെയ്ദ് കൊല്ലപ്പെടുന്നു, പിന്നെ അലിയുടെ സഹോദരൻ കൊല്ലപ്പെടുന്നു, പിന്നെ ഖാലിദ് ബിൻ വലീദിനെയും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഖാലിദ് വിളവനായതുകൊണ്ട് അവിടുന്ന് മുങ്ങി രക്ഷപ്പെട്ടു. ഇതാണ് ആ യുദ്ധത്തിൻ്റെ കഥ. അപ്പോൾ സെയ്ദിനെ കൊല്ലുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മുഅത്ത യുദ്ധത്തിന് വെറും 3000 പേരെ സംഘടിപ്പിച്ചിട്ട് മുഹമ്മദ് പറഞ്ഞയച്ചത് എന്ന് വ്യക്തമാണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള വൃത്തികേടുകളൊക്കെ മുമ്പ് പ്രവാചകന്മാർ ചെയ്തിട്ടുണ്ട് എന്ന് ഈ ആയത്ത് ഇറക്കിയിരിക്കുന്നത്. ഇത് സെയ്ദിനെ കൊന്നതിന് ശേഷം ഇറക്കിയ ആയത്താണോ അതിന് മുമ്പ് ഇറക്കിയ ആയത്താണോ എന്നൊന്നും വ്യക്തമല്ല. അതൊന്നും നമുക്ക് വ്യക്തമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആയത്തുകളൊക്കെ കൂടെ ഇങ്ങനെ കിലുക്കി കുത്തി ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളൂ. ഇതൊക്കെ എത്ര വിശ്വാസികൾക്കറിയാം ഈ കഥയൊക്കെ? വിശ്വാസികൾ ഇതൊന്നും അറിയുന്നില്ല. വിശ്വാസികൾ ഇങ്ങനെ അർത്ഥമറിയാതെ ഓതി നിസ്കരിച്ചും പാവങ്ങൾ ജീവിച്ച് മരിച്ചു പോവാണ്. പക്ഷേ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയ ആളുകൾ, ഇതൊക്കെ നാട്ടുകാരറിഞ്ഞാൽ വളരെ മോശമാണ് എന്ന് മനസ്സിലാക്കിയ ആളുകൾ ഒരുപാട് തരികിട ഖുർആനിലും ഖുർആൻ്റെ തഫ്സീറുകളിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. 200-ൽ പരം വാക്യങ്ങൾ അൽ അഹ്സാബിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. ആ 200 വാക്യങ്ങൾ കൂടെ ഇതിന് അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ കഥ എന്താകുമായിരുന്നു എന്ന് ഊഹിച്ചാൽ മതി. എന്നിട്ടും ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഇതിനകത്ത് കിട്ടി എന്നതുകൊണ്ടാണ് നമുക്കിന്ന് വരികൾക്കിടയിൽ വായിച്ചിട്ടെങ്കിലും കാര്യങ്ങൾ ഏറെക്കുറെ ഊഹിച്ചെടുക്കാൻ പറ്റുന്നത്. ആ 200 വാക്യങ്ങൾ കൂടെ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങളുടെ ചിത്രം കുറച്ചും കൂടെ വ്യക്തമാകുമായിരുന്നു. നാറ്റം ഇവിടെ ഒന്നും നിൽക്കുമായിരുന്നില്ല. ഇതാണ് ഖുർആൻ, ഇതാണ് അള്ളാഹു, ഇതാണ് മുഹമ്മദ്. അള്ളാഹുവിൻ്റെ ഖണ്ഡിതമായ തീരുമാനമാകുന്നു ഇത് എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഖണ്ഡിതമായ തീരുമാനമല്ല, അള്ളാഹുവിൻ്റെ കള്ളക്കളിയാണ് ഇതൊക്കെ. അള്ളാഹു എന്ന പേരിൽ മുഹമ്മദ് നടത്തിയ കള്ളക്കളികളാണ്. 39, അതായത് അള്ളാഹുവിൻ്റെ ദൗത്യങ്ങളെ എത്തിച്ചു കൊടുക്കുന്നവരും അവനെ ഭയപ്പെടുന്നവരും അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്തവരുമായവർ സഹായിക്കുന്നവനായി അള്ളാഹു തന്നെ മതി. അള്ളാഹുവിൻ്റെ ദൗത്യങ്ങളെ എത്തിച്ചു കൊടുക്കുന്നവരും അവനെ ഭയപ്പെടുന്നവരും അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്തവരുമായവർ അവരാരാണ് എന്ന് ഇബ്നു അബ്ബാസ് എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദാവീദ്, സോളമൻ ആൻഡ് മുഹമ്മദ് ആൻഡ് ഫിയർഡ് ഹിം. ദേ ഫിയർ Allah upon conveying the message and feared none save Allah. Allah keeps good account. Allah is witness. അപ്പോൾ ദാവീദും സോളമനും മുഹമ്മദും ഒരേ കാറ്റഗറിയിൽപ്പെട്ടവരാണ്. കാരണം ലോകത്ത് ഏറ്റവും വൃത്തികെട്ട അധാർമിക പ്രവൃത്തികൾ ചെയ്ത
3 പേരാണ്. ഈ സോളമൻ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്ന ആളും അള്ളാഹുവിനോട് മാത്രം അള്ളാഹുവിൻ്റെ കൽപ്പന മാത്രം അംഗീകരിച്ചിരുന്ന ആളാണ് എന്നൊക്കെയാണല്ലോ ഇവിടെ ഇബ്നു അബ്ബാസ് പറയുന്നത്. സോളമൻ്റെയൊക്കെ കഥ വായിച്ചു നോക്കിയാൽ സോളമൻ അള്ളാഹു അല്ല സോളമൻ്റെ ദൈവം, യഹോവയെ തന്നെ സോളമൻ പറ്റിച്ചിരുന്ന കഥ അവിടെ കിടപ്പുണ്ട്. ഇസ്രായേല്യർ ഇന്നുവരെ അനുഭവിച്ചിട്ടുള്ള സകല ദുരിതങ്ങൾക്കും കാരണം സോളമൻ ചെയ്ത തോന്നിവാസങ്ങളാണ് എന്ന മട്ടിലാണ് ബൈബിൾ കഥ പറഞ്ഞു പോകുന്നത്. എന്താ സോളമൻ ചെയ്ത തോന്നിവാസങ്ങൾ? സോളമൻ ഇങ്ങനെ പെണ്ണ് കിട്ടും, ഓരോ സ്ഥലത്തുനിന്ന് പെണ്ണ് കിട്ടും. ആ പെണ്ണുങ്ങളുടെ ഏത് ഗോത്രത്തിലാണോ വരുന്നത് ആ ഗോത്രത്തിലെ ദൈവത്തിനെയും കൊണ്ടുവരും. ആ ദൈവത്തിനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാനുള്ള സൗകര്യമൊക്കെ സോളമൻ ചെയ്തു കൊടുക്കും. അങ്ങനെ സോളമൻ്റെ കൊട്ടാരവും പരിസരവും സിർക്കിൻ്റെ കേന്ദ്രമാക്കി മാറ്റി സോളമൻ. അത് യഹോവയ്ക്ക് പിടിക്കാത്തത് കൊണ്ടാണ് പിന്നീട് ഇസ്രായേല്യരെ ഛിന്ന ഭിന്നമാക്കുന്ന എല്ലാ ചരിത്രവും ഉണ്ടായത്. ഈ യഹോവയുടെ ശിക്ഷയാണ് എന്ന മട്ടിലാണ് ബൈബിൾ കഥ പറഞ്ഞു പോകുന്നത്. ആ സോളമനെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് നല്ല ഒന്നാന്തരം കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെ പോലെ അച്ഛനായ ദാവീദിനെ പോലെ അള്ളാഹിനനുസരിച്ച് നടന്നിരുന്ന പ്രവാചകന്മാർ എന്നും അള്ളാഹിൻ്റെ മെസ്സേജ് എത്തിച്ചു കൊടുക്കാൻ വന്ന മഹാന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ മുഹമ്മദ് കാണിച്ച വൃത്തികേട് ദാവീദ് കാണിച്ച അതേ വൃത്തികേടാണ്. ദാവീദ് കാണിച്ച അതേ വൃത്തികേടും അതിനേക്കാളും വലിയ വൃത്തികേടുകളും സോളമനും കാണിച്ചിട്ടുണ്ട്. ഈ വൃത്തികേടുകൾ കാണിച്ചവരൊക്കെയാണ് പോലും അള്ളാഹുവിൻ്റെ വിശ്വസ്തരായ പ്രവാചകന്മാർ. ഇവരെയൊക്കെയാണ് പോലും ലോകാവസാനം വരെ മനുഷ്യർ ധാർമ്മികതയ്ക്ക് മാതൃകയായിട്ട് ഏറ്റിക്കൊണ്ട് നടക്കേണ്ടത്. 40 മുഹമ്മദ് നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടില്ല, പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലും നബിമാരിൽ അന്തിമരുമാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഗാധ ജ്ഞാനമുള്ളവനാകുന്നു. അള്ളാഹുവിൻ്റെ അഗാധ ജ്ഞാനമാണ് ഇപ്പോൾ നമ്മൾ സെയ്ദിൻ്റെ കാര്യത്തിൽ കണ്ടത്. ഈ സെയ്ദ് സൈനബയെ കല്യാണം കഴിച്ചാൽ ആ കല്യാണം ഒരു കൊല്ലം പോലും നിലനിൽക്കുകയില്ല എന്ന കാര്യം പോലും മുൻകൂട്ടി മനസ്സിലാക്കാനോ അറിയാനോ കഴിയാത്ത ഒരു ഉണ്ണാക്കനായിരുന്നു അള്ളാഹു. അതല്ല, ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ പണിയെല്ലാം ചെയ്തതെങ്കിൽ ഭൂലോക തരികിടയായിരുന്നു അള്ളാഹു. ഇത് രണ്ടായാലും ഒരു ദൈവത്തിന് പറ്റിയ ഗുണമല്ല ഇത് രണ്ടും. മുഹമ്മദ് നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ മുഹമ്മദിൻ്റെ ആൺമക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരെ പേര് പറയുന്നുണ്ട്. ഇബ്രാഹിം, കാസിം എന്നൊക്കെ പറഞ്ഞിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതൊന്നും മുഹമ്മദിൻ്റെ മക്കളായിരുന്നില്ല എന്നാണ് ഇപ്പോൾ അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഇബ്രാഹിം മുഹമ്മദിൻ്റെ മകനല്ല എന്ന് ആയിഷ തന്നെ പറഞ്ഞതായിട്ട് ഉണ്ട് കോമഡി. പക്ഷേ മുഹമ്മദിന് നേരത്തെ ഖദീജയിൽ തന്നെ ആൺകുട്ടികൾ ജനിക്കുകയും മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ആൺകുട്ടികളൊന്നും മുഹമ്മദിൻ്റെ മക്കളായിരുന്നില്ല എന്ന് അള്ളാഹു ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പിന്നെ ആരുടെ മക്കളായിരുന്നു? ജാരസന്തതികളായിരുന്നു എന്നല്ലേ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മുഹമ്മദ് നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടില്ല എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് ആൺകുട്ടികളുണ്ടായിട്ടില്ല എന്നാണ് അള്ളാഹു ഖുർആനിൽ പറയുന്നത്. അപ്പോൾ ചരിത്രത്തിൽ മുഹമ്മദിൻ്റെ ഭാര്യമാർ പ്രസവിച്ച ആൺകുട്ടികളൊന്നും മുഹമ്മദിൻ്റെ കുട്ടികളായിരുന്നില്ല എന്ന് അള്ളാഹു പറയുന്നു. ഞാൻ അധികം പറയുന്നില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലും നബിമാരിൽ ഖാത്തമൻ നബിയീനുമാണ്. ഖാത്തമൻ നബിയീൻ എന്ന് പറഞ്ഞാൽ നബിമാരുടെ കൂട്ടത്തിൽ ഒടുക്കത്തെ നബിയാണ് എന്നാണ് ഇതിന് സാധാരണ മുസ്ലിങ്ങളൊക്കെ അർത്ഥം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഖാത്തമുൻ നബി എന്ന് പറഞ്ഞാൽ സീല് വെച്ച നബി എന്നാണ് അർത്ഥമെന്നും അതിൻ്റെ അർത്ഥം ശ്രേഷ്ഠനായ നബി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്നും ഒടുക്കത്തെ നബി അല്ല എന്നും പറയുന്ന വിശ്വാസവും മുസ്ലിങ്ങളിൽ ചില വിഭാഗങ്ങൾക്കുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അഹമ്മദിയ മുസ്ലിങ്ങൾ, ഖാദിയാനി മുസ്ലിങ്ങൾ പറയുന്നത് അവരുടെ പ്രവാചകനായ മീർസ ഗുലാം അഹമ്മദ് ഒരു പ്രവാചകനാണ് എന്നും ശ്രേഷ്ഠനായ പ്രവാചകൻ മുഹമ്മദ് ആയിരുന്നു എങ്കിലും മുഹമ്മദിന് ശേഷവും അത്ര ശ്രേഷ്ഠതയില്ലാത്ത പ്രവാചകന്മാർ വേറെയും വരും എന്നും അങ്ങനെ വന്ന ഒരു പ്രവാചകനാണ് ഞങ്ങളുടെ മീർസ ഗുലാം അഹമ്മദ് എന്നും ഖാദിയാനികൾ പറയുന്നുണ്ട്. ഈ ഖാദിയാനികളെ തെറി പറഞ്ഞുകൊണ്ടും ചീത്ത പറഞ്ഞുകൊണ്ടും അമാനി മൗലവിയും നമ്മുടെ കൂറ്റനാട് മൗലവിയും ഒക്കെ ഒരുപാട് ഇതിനകത്ത് ന്യായങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ഇമാം റാസിയും മുഹമ്മദ് അന്ത്യപ്രവാചകനായിരിക്കേണ്ടതിൻ്റെ ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ല കോമഡിയാണ്. ഇനി നാട്ടിലാരുടെയും പിതാവല്ല മുഹമ്മദ് എന്ന് പറയാനാണ് ഇപ്പോൾ ഈ വൃത്തികേടുകൂടെ പറഞ്ഞത്. സെയ്ദ് മുഹമ്മദിൻ്റെ മകൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അന്നത്തെ കാലത്ത് ദത്തുപുത്രന്മാർ സ്വന്തം പുത്രന്മാരെ പോലെയാണ് കണക്കാക്കിയിരുന്നത്. അവർക്ക് മക്കൾക്കുള്ള എല്ലാ അവകാശങ്ങളും കൊടുത്തിരുന്നു. അതൊക്കെ വെച്ചുകൊണ്ടാണ് മുഹമ്മദ് ഇങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചപ്പോൾ നാട്ടുകാർ മുഹമ്മദിനെ കുറ്റപ്പെടുത്തിയത്. അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് താൻ ഒരാൺകുട്ടികളുടെയും പിതാവായിട്ടില്ല എന്ന വാദം ഇവിടെ ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ മുഹമ്മദ്
മുഹമ്മദിൻ്റെ ഭാര്യമാരൊക്കെ നാട്ടുകാരുടെ അമ്മമാരാണ് എന്ന് പറഞ്ഞത് നാട്ടുകാരെയൊക്കെ മുഹമ്മദിൻ്റെ അമ്മമാർ പ്രസവിച്ചത് കൊണ്ടാണോ എന്ന് തിരിച്ച് ചോദിക്കാവുന്നതാണ്. അത് പാടില്ല. മുഹമ്മദിൻ്റെ ഭാര്യമാരൊക്കെ നാട്ടുകാർക്ക് ഉമ്മമാരാണ്. പക്ഷെ മുഹമ്മദ് നാട്ടുകാർക്ക് ആർക്കും ബാപ്പയാവില്ല. സ്വന്തം ദത്തുപുത്രന് പോലും മുഹമ്മദിന് ബാപ്പയാവാൻ വയ്യ. മുഹമ്മദിന് ജനിച്ച ആൺകുട്ടികൾക്ക് പോലും മുഹമ്മദ് ബാപ്പയാവുന്നില്ല. അപ്പോൾ മുഹമ്മദിന് ഒരു ബാപ്പയാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു നാണക്കേട് പോലെ ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് ഞാൻ ആരുടെയും ബാപ്പയായിട്ടില്ല എന്ന അസംബന്ധം വിളിച്ചു പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതേ മുഹമ്മദ് കെട്ടിയ ഭാര്യമാരൊക്കെ നാട്ടുകാരുടെ മുഴുവൻ ഉമ്മമാരാണ്, അവരെ വേറെ ആരും കെട്ടാൻ പാടില്ല എന്ന് പറയുകയും അതേ സമയത്ത് ഉമ്മയും മക്കളും തമ്മിൽ പെരുമാറുന്നത് പോലെ മുഹമ്മദിൻ്റെ ഭാര്യമാരോട് പെരുമാറാനും പാടില്ല എന്ന് വേറെ പറയുകയും ചെയ്യുന്നു. അവരോട് വർത്തമാനം പറയാൻ പാടില്ല, അവരെ കാണാൻ പാടില്ല, അവരുടെ ശബ്ദം, സൗമ്യമായ ശബ്ദം നാട്ടുകാർ കേൾക്കാൻ പാടില്ല, അങ്ങനെ കേട്ടാൽ മാനസിക രോഗമുള്ള ആളുകൾക്ക് മോഹം ജനിച്ചു പോകും എന്നൊക്കെ പറയുന്ന വൃത്തികേടുകൾ നമ്മളിതിനു മുമ്പ് ഈ അധ്യായത്തിൽ തന്നെ കണ്ടു. ഇങ്ങനെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അതും അങ്ങേയറ്റം വൃത്തികെട്ട താല്പര്യങ്ങൾക്ക് വേണ്ടി വാക്കുകൾ മാറ്റി മാറ്റി പറയുകയും പരസ്പര വിരുദ്ധമായി വിഡ്ഢിത്തങ്ങൾ പറയുകയുമാണ് മുഹമ്മദ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെല്ലാം മുഹമ്മദ് ഈ ഡമ്മിയായ അള്ളാഹു എന്ന പാവത്തിനെ ഉപയോഗിച്ചു. ദൈവനിന്ദ എന്ന് പറഞ്ഞാൽ ഇതിലപ്പുറം ഒരു ദൈവനിന്ദ ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല. ഈ ഖുർആനിൽ മുഹമ്മദ് ചെയ്തു വെച്ചത് മുഴുവൻ ദൈവനിന്ദയാണ്. എവിടെയെങ്കിലും ദൈവം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ മുഹമ്മദിന് അതിനുള്ള പണി അന്നേരം തന്നെ ദൈവം കൊടുത്തിട്ടുണ്ടാവുമായിരുന്നു. ഞാനൊക്കെ ദൈവമില്ല എന്ന് ഉറപ്പിക്കുന്നത് തന്നെ ഇത്രയും വലിയ വൃത്തികേടുകളും വിഡ്ഢിത്തങ്ങളും വൈരുദ്ധ്യങ്ങളും ഒരു ദൈവത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടി ദൈവത്തെ അവഹേളിച്ച ഈ ഖുർആനിനെയും ഖുർആനിൻ്റെ ആളുകളെയും ദൈവം വെറുതെ വിടുന്നു എന്നതുകൊണ്ടാണ് ദൈവം ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന നിഗമനത്തിൽ നമ്മളൊക്കെ എത്തിപ്പെടുന്നതും ഉറപ്പിക്കുന്നതും. ദൈവമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു വൃത്തികെട്ട പുസ്തകം നമ്മൾക്ക് വായിക്കേണ്ടി വരുമായിരുന്നില്ല. ഈ പുസ്തകമൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ദൈവം അവരെയൊക്കെ ശരിപ്പെടുത്തിയിട്ടുണ്ടാവുമായിരുന്നു. ഇതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി മുഹമ്മദിനെ അന്ത്യപ്രവാചകനാക്കി തുടർന്ന് പ്രവാചകന്മാർ വരാതിരിക്കാനുള്ള ചില ന്യായങ്ങൾ നിരത്തുകയാണ് ഈ തഫ്സീറുകളിൽ. ഞാൻ കൂറ്റനാടും അമാനി മൗലവിയൊക്കെ പറഞ്ഞ കാര്യം വായിക്കാം. രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. ആദ്യകാലങ്ങളിൽ ആളുകൾ അധിവസിച്ചിരുന്ന ഭൂപ്രദേശങ്ങൾ തമ്മിൽ വാർത്താവിനിമയ ബന്ധങ്ങളോ ഗതാഗത സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. നബിയുടെ കാലമായപ്പോഴേക്കും അവയിലെല്ലാം വമ്പിച്ച പുരോഗതി കൈവന്നു കഴിഞ്ഞിരുന്നു. 6-ാം നൂറ്റാണ്ടിലെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഭയങ്കര പുരോഗതി വന്നിരുന്നു. ലോകം മുഴുവൻ പെട്ടെന്ന് വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തുമായിരുന്നു. അതുകൊണ്ട് മുൻകാലങ്ങളിൽ ഒരേ കാലത്തു തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിലായി ഒന്നിലധികം നബിമാരെ നിയോഗിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അവരെല്ലാം തന്നെ ചില നിശ്ചിത വിഭാഗങ്ങളിലും പ്രത്യേക കാലത്തേക്കുമായിരുന്നു. നബിയാകട്ടെ കാലദേശ വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ലോകാവസാനം വരെയുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടി നിയുക്തരായ റസൂലും അവിടുന്ന് കൊണ്ടുവന്ന നിയമസംഹിത സകല ജനങ്ങൾക്കും ബാധകവുമാകുന്നു. ഈ നിലക്കും ഇനി ഒരു നബിയുടെയോ വേദഗ്രന്ഥത്തിൻ്റെയോ ആവശ്യം അവശേഷിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, നബിയെ പ്രഖ്യാപിക്കുക, ജനങ്ങളെ ഞാൻ നിങ്ങൾക്കാഗമനം അള്ളാഹുവിൻ്റെ റസൂലാണ്. വീണ്ടും ഖുർആൻ പറയുന്നു, മുഴുവൻ ജനങ്ങൾക്കും സന്തോഷവാർത്ത അറിയിക്കുകയും താക്കീത് നൽകുകയും ചെയ്യുന്ന ആളായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. പക്ഷേ ജനങ്ങളിൽ അധികം ആളുകളും അറിയുന്നില്ല. ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകളും കാണാം. തൻ്റെ ചില പ്രത്യേകതകൾ വിവരിക്കുന്ന കൂട്ടത്തിൽ അവിടുന്ന് പറയുകയാണ്, മറ്റു നബിമാർ അവരുടെ ജനതയിലേക്ക് മാത്രമായിരുന്നു നിയോഗിക്കപ്പെട്ടത്, ഞാൻ മനുഷ്യരിലേക്ക് പൊതുവായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ ഞാൻ എല്ലാ സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ടിരിക്കുന്നു എന്നാണുള്ളത്. നബി എല്ലാവർക്കും എല്ലാ കാലത്തേക്കും റസൂലായി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ മറ്റൊരാൾക്ക് പ്രവാചകത്വം നൽകി അയക്കുന്നതെന്തിന്? ഇതാണ് ന്യായം. മുഹമ്മദ് നബി വരാനായപ്പോഴേക്കും മൊബൈൽ ഫോണും അതുപോലെ തന്നെ ടിവിയും ചാനലും ഇൻ്റർനെറ്റും ഒക്കെ ലോകത്തെല്ലായിടത്തും എത്തിയിരുന്നു. ഇപ്പോൾ മുഹമ്മദ് അവിടെ വഹി ഇറക്കുമ്പോൾ ആ വഹി അപ്പം തന്നെ ലോകത്ത് എല്ലാ മനുഷ്യന്മാർക്കും കിട്ടുന്നൊരു കോലത്തിലായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ. അതുകൊണ്ടാണ് ഇനി പ്രവാചകന്മാർ വേണ്ടാന്ന് വെച്ചത് എന്നാണ്. എങ്ങനെയുണ്ട് ന്യായം? ഈ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലവും യേശു ജീവിച്ചിരുന്ന കാലവും തമ്മിൽ കമ്മ്യൂണിക്കേഷനിൽ എന്ത് വ്യത്യാസം ഉണ്ടായിരുന്നു? അച്ചടി പോലും കണ്ടുപിടിച്ചിട്ടില്ല, എഴുതാനുള്ള കടലാസ് പോലും കണ്ടുപിടിച്ചിട്ടില്ല. മാത്രമല്ല മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ഏതൊക്കെ ഭൂഖണ്ഡങ്ങളുണ്ട് എന്ന് പോലും ലോകത്താർക്കും അറിയില്ല. ഏറ്റവും വികസിച്ച പരിഷ്കൃതരായിട്ടുള്ള യൂറോപ്യന്മാർ പോലും അമേരിക്ക വൻകരയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഈ മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന കാലത്ത്. അമേരിക്ക എന്ന് പറയുന്നൊരു വലിയ വൻകര അവിടെ ഉണ്ടെന്നും അവിടെ മനുഷ്യന്മാരുണ്ടെന്നും മറ്റു യൂറോപ്പിലും മറ്റു വൻകരകളിലുള്ള ആളുകളൊക്കെ അറിയുന്നത് മുഹമ്മദൊക്കെ ജീവിച്ച് മരിച്ച് പിന്നെ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. അങ്ങനത്തെ ഒരു
സാഹചര്യം നിലനിൽക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ലോകത്ത് മനുഷ്യന്മാരുള്ളിടത്തൊക്കെ ഈ സന്ദേശം എത്താനുള്ള വഴി 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി നബിമാരൊന്നും വേണ്ട എന്ന് അള്ളാഹ് തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ നബിമാരെ അള്ളാഹ് എന്തിനാണ് അയക്കുന്നത്? മനുഷ്യർക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നും മനുഷ്യരുടെ മുമ്പിൽ വരുന്ന ഏത് പ്രശ്നവും എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നും പഠിപ്പിച്ചു കൊടുക്കാനാണ്. 6-ാം നൂറ്റാണ്ടിൽ വന്ന മുഹമ്മദ് ഇന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യം ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് മനുഷ്യരനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ, സങ്കീർണമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് അള്ളാൻ്റെ റസൂലും അള്ളയും കിതാബ് ഇറക്കിയിട്ട് ഈ കിതാബിൽ പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ടോ? അപ്പോൾ പിന്നെ ഈ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഈ ലോകത്ത് ഒരു പ്രവാചകൻ്റെ സഹായം മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇന്നാണ്. കാരണം ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ വ്യാപനം പോലും ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള ടെക്നോളജി കൊണ്ട് മനുഷ്യർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പോലെയുള്ള പ്രശ്നങ്ങൾ, സങ്കീർണമായിട്ടുള്ള അനേകം പ്രശ്നങ്ങൾ ഇന്ന് ലോകത്ത് മനുഷ്യർ അഭിമുഖീകരിക്കുന്നു. അത് ഒരു രാജ്യത്തുള്ളവർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ മാത്രം പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. ലോകത്ത് മുഴുവൻ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർ ഒരുമിച്ച് പരിഹരിക്കേണ്ട ഒട്ടേറെ സങ്കീർണ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ദൈവം ഇങ്ങനെ നിർദ്ദേശങ്ങൾ ഇറക്കി സഹായിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ സഹായം ആവശ്യമുള്ളത് ഈ കാലത്താണ്. അതല്ലെങ്കിൽ മനുഷ്യർക്ക് ഇതിനൊക്കെ സ്വയം പരിഹാരം കണ്ടെത്താനുള്ള കഴിവും ബുദ്ധിയും ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ എങ്ങനെയാണ് പാത്തേണ്ടത്, എങ്ങനെയാണ് തൂറേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ദൈവം 1,24,000 ആൾക്കാരൊന്നും ഇങ്ങോട്ട് അയക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ മനുഷ്യർക്ക് ജന്മവാസനയായി തന്നെ കിട്ടിയിട്ടുണ്ട്, മനുഷ്യർക്ക് ബുദ്ധിപരമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മനുഷ്യർക്ക് സ്വയം പരിഹരിക്കാനും സ്വയം നിർദ്ധാരണം ചെയ്യാനും പറ്റാത്ത ഒരു പ്രശ്നവും മനുഷ്യൻ്റെ മുമ്പിൽ ഇല്ല എന്നത്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിലേറ്റവും സങ്കീർണമായ പ്രശ്നങ്ങൾ ഇന്നാണുള്ളത്. അതിന് പരിഹാരമായിട്ട് ദൈവത്തിൻ്റെ നിർദ്ദേശവും ദൈവത്തിൻ്റെ മെസ്സേജും ആവശ്യമുണ്ടെങ്കിൽ പ്രവാചകന്മാർ 6-ാം നൂറ്റാണ്ടിന് ശേഷവും 10,000 കണക്കിന് പ്രവാചകന്മാർ വരേണ്ടതുണ്ട്. ലോകത്ത് ഇന്നും ഈ പറയുന്ന ഒരു കഥയും അറിയാതെ വെറും മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. സെൻറ്റിനൽ ഐലൻഡ് പോലെയുള്ള അല്ലെങ്കിൽ ആമസോൺ കാടുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ മനുഷ്യർ വെറും മൃഗങ്ങളെപ്പോലെ ഇന്നും ജീവിക്കുന്നുണ്ട്. ആ മനുഷ്യന്മാർക്ക് ഇതൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ കമ്മ്യൂണിക്കേഷൻ കാരണം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ പിന്നെ ഈ മെസ്സേജ് എങ്ങനെ കിട്ടുക? സ്വന്തം അന്ധവിശ്വാസത്തിന് ഒരു ന്യായീകരണം ചമയ്ക്കുന്നു എന്നതിനപ്പുറത്ത് യുക്തിപരമായ ഒരു ന്യായവും ഈ പറഞ്ഞ കാര്യത്തിന് ഇല്ല. ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ മുമ്പിൽ അവയവദാനം അത് ഹറാമോ ഹലാലോ എന്ന കാര്യത്തിൽ ഈ കേരളത്തിൽ പോലും മുസ്ലിം പണ്ഡിതന്മാർ 2 പക്ഷമാണ്, തർക്കമാണ്. ലോകത്തെല്ലായിടത്തും തർക്കം നടക്കുകയാണ്. അവയവം ദാനം ചെയ്യാൻ പറ്റുമോ, ശരീരം ദാനം ചെയ്യാൻ പറ്റുമോ? ഇന്ന് ആധുനിക മെഡിക്കൽ സയൻസ് വൈദ്യശാസ്ത്രവും ഒക്കെ നേടിയിട്ടുള്ള നേട്ടങ്ങൾ ഈ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നത് സംബന്ധിച്ച് തർക്കത്തിലേർപ്പെടുകയാണ്. മരിച്ച ഒരാളുടെ ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ മുറിച്ച് വേറൊരാൾക്ക് മാറ്റിവെക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ പോലും ഒരു തീരുമാനം എടുത്തിട്ടില്ല. കാരണം അള്ളാൻ്റെ കിതാബ് നോക്കിയിട്ട് തീരുമാനിക്കാൻ പോയാൽ ഒരിക്കലും തീരുമാനിക്കാൻ കഴിയില്ല. കാരണം അള്ളാൻ്റെ കിതാബിൽ അതിനൊന്നും പരിഹാരം പറഞ്ഞിട്ടില്ല. സമാനമായ ഒരു കാര്യം പോലും അള്ളാൻ്റെ കിതാബിലില്ല. കാരണം അതിന് സമാനമായിട്ടുള്ളൊരു കാര്യങ്ങൾ പോലും വികസിച്ചിട്ടില്ലാത്ത ഒരു കാലത്താണ് മുഹമ്മദ് ജീവിച്ചിരുന്നത്, അള്ളാഹു ജീവിച്ചിരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന് അറിയില്ല ശരീരത്തിൽ അവയവങ്ങൾ മാറ്റിവെക്കാൻ പറ്റുമെന്നൊന്നും. അതുകൊണ്ട് തന്നെ അത് ഹറാമാണോ ഹലാലാണോ എന്നൊന്നും അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല. നമ്മളിന്ന് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഓടിക്കുന്നു ട്രാഫിക് നിയമങ്ങളനുസരിച്ച്. ഇതിലേതെങ്കിലും ട്രാഫിക് നിയമം അള്ളാഹു കിതാബ് ഇറക്കി പറഞ്ഞു തന്നിട്ടാണോ നമ്മൾ ഉണ്ടാക്കിയത്? നമ്മൾ നമ്മുടെ സ്വന്തം യുക്തി കൊണ്ടുണ്ടാക്കിയതാണ്. നമ്മൾ വിമാനങ്ങൾ പറത്തുന്നു, നമ്മൾ റോക്കറ്റുകൾ വിടുന്നു, നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നു. അതിനൊക്കെ വേണ്ട ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ നമ്മളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതല്ലാതെ അതിനൊന്നും അള്ളാഹിൻ്റെ ഒരു സഹായം കിട്ടിയിട്ടില്ല. ആധുനിക ജീവിതത്തിൽ മനുഷ്യർ നേരിടുന്ന സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നത്തിനും ഈ അള്ളാഹു കൊടുത്തയച്ച 1,24,000 കിതാബിലും ഒരു പരിഹാരവും ഇല്ല. കിതാബുകൾ മുഴുവൻ നാശമായിപ്പോയി. അവസാനം ബാക്കി വന്ന ഒറ്റ കിതാബ് എന്ന് പറയുന്ന ഈ കിതാബിലും ഒരു ചുക്കും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം 6-ാം നൂറ്റാണ്ടിലെ ഒരു പ്രാകൃത ഗോത്ര മനുഷ്യന് അയാളുടെ ബുദ്ധിയിൽ നിന്നും അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്നും വെളിപ്പെടുത്താവുന്ന വെളിപാടുകളല്ലാതെ ഇതിനകത്ത് ഒരു ദൈവീകമായിട്ടുള്ള ചൂരും മണവുമുള്ള ഒരു വസ്തു ഇതിനകത്തില്ല. അപ്പോൾ ഈ പറയുന്ന ന്യായങ്ങളൊക്കെ വെറും ബടായി മാത്രമാണ് എന്നർത്ഥം. തുടർന്ന് പറയുന്നു, പ്രവാചകത്വ പ്രശ്നം മേൽപ്പറഞ്ഞ പ്രകാരമാണെങ്കിലും ഇടക്കാലത്ത് സമുദായം ദുഷിക്കുമ്പോൾ അവരെ ഉദ്ധരിക്കുവാൻ നബിമാർ വന്നുകൊണ്ടിരിക്കൽ ആവശ്യമല്ലേ എന്നാണ് പുത്തൻ പ്രവാചകവാദികളുടെ ഒരു ന്യായം.
ഇപ്പോൾ ഞാൻ ഈ ഉന്നയിച്ച ന്യായത്തിനുള്ള മറുപടിയാണ് ഇനി പറയാൻ പോകുന്നത്. പ്രത്യേക വേദഗ്രന്ഥമോ നിയമസംഹിതയോ ഇല്ലാത്ത നബിമാർ ഇസ്രായേലിലും ഉണ്ടായിരുന്നു. തങ്ങൾക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്ന ദൈവിക നിർദ്ദേശങ്ങൾ ജനങ്ങളെ ഉപദേശിക്കുക എന്നതായിരുന്നു അവരുടെ ബാധ്യത. അതോടൊപ്പം അവർക്ക് പ്രവാചകത്വ പദവിയും ലഭിച്ചിരുന്നു. ഇതുപോലെ ഈ സമുദായത്തിലും ഉണ്ടായിക്കൂടെ? ഇങ്ങനെയെല്ലാം അവർ തട്ടിവിടും. കേവലം സാധാരണക്കാരായ ചില ആളുകൾക്ക് ഈ ന്യായം ശരിയാണെന്ന് തോന്നിയേക്കാം. എന്നാൽ ഇതൊട്ടും ശരിയല്ല. കാരണം മുമ്പ് കഴിഞ്ഞ നബിമാരാരും താൻ അവസാനത്തെ നബിയാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അവരുടെ പിന്നിൽ വരുന്ന നബിയെ പിൻപറ്റുവാൻ ഉപദേശിക്കുകയാണ് ചെയ്തിരുന്നത്. നബിയാകട്ടെ താൻ അവസാനത്തെ നബിയാണെന്ന് ഒരു വക സംശയത്തിന് ഇടവെക്കാത്ത നിലയിൽ ആവർത്തിച്ച് തർപ്പിച്ച് സ്പഷ്ടമായി പ്രസ്താവിച്ചതാണ്. ഹൃദയത്തിൽ വക്രതയില്ലാത്തവർക്ക് മറ്റൊരു നിലയ്ക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധം പരിശുദ്ധ ഖുർആനും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. ഞാൻ അവസാനത്തെ നബിയാണെന്ന് ഇയാൾ പറഞ്ഞു എന്നതിനപ്പുറത്ത് ഈ പറയുന്നതിന് പറഞ്ഞ ന്യായങ്ങളൊന്നുമില്ല. കാരണം ആ ന്യായം തെറ്റാണ് എന്നതിൻ്റെ ഏറ്റവും യുക്തിസഹമായിട്ടുള്ള വാദമാണ് ഇവിടെ തന്നെ മൊയ്ലിയാർ ഉദ്ധരിച്ചിട്ട് മറുപടി പറയുന്നത്. അതാണിപ്പോൾ ഞാനും പറഞ്ഞത്. ഇപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിലാണ് വീട്ടിൽ പ്രസവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മൊയ്ലിയന്മാർ വയലു പറഞ്ഞ് നടക്കുകയും അതനുസരിച്ച് ചില ആളുകൾ സ്ത്രീകളെ വീട്ടിൽ പ്രസവിച്ച് സ്ത്രീകൾ മരിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ നാട്ടിൽ നടന്നതാണ് സമ്പ്രദായം. കാരണം ഒരു സ്ത്രീ ആശുപത്രിയിൽ പോയി പ്രസവിക്കുമ്പോൾ ആ ആശുപത്രിയിലെ പ്രസവ മുറിയിലുള്ള ഡോക്ടറും നഴ്സുമാരും ഒക്കെ ആ സ്ത്രീയുടെ നഗ്നത കാണും എന്നൊക്കെയാണ്. അത് കാണാൻ പാടില്ല എന്നാണ് അള്ളാൻ്റെ കിതാബിലും അള്ളാൻ്റെ റസൂലും പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നഗ്നത കാണുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ ആ സ്ത്രീയെ മറ്റുള്ളവർ കാണാൻ പാടില്ല, അതുകൊണ്ട് വീട്ടിൽ പ്രസവിച്ചാൽ മതി എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ പ്രസവം എടുക്കാൻ വന്ന സ്ത്രീ ആ സ്ത്രീ കാണുന്നുണ്ട്. ആ സ്ത്രീ കാണുന്നുണ്ടെങ്കിൽ പിന്നെ നഴ്സുമാരും ഡോക്ടർമാരും കാണുന്നതിൽ എന്താ കുഴപ്പം? അപ്പോൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് നഴ്സുമാർ കാണും, ചിലപ്പോൾ ആണുങ്ങളായ ഡോക്ടർമാർ വരെ കണ്ടുപോകും. അതുകൊണ്ട് അങ്ങനെ കാണും എന്നതുകൊണ്ടാണ് ആശുപത്രിയിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ട് വയലും പറഞ്ഞു നടക്കുന്നത്. ഇതൊക്കെ ഈ കിതാബ് നോക്കി പഠിച്ചിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. എന്നിട്ട് കുറേ ആൾക്കാർ പറയുക അങ്ങനെയൊന്നും കിതാബിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ആശുപത്രിയിൽ പോകാം എന്ന് വ്യാഖ്യാനിക്കാം. അപ്പോൾ എന്താണ് തീരുമാനം ഓരോ കാര്യത്തിലും എന്ന് ഇന്ന് മനുഷ്യരുടെ യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിച്ചുണ്ടാക്കിയിട്ട് വേണം. ഇതിൽ പറഞ്ഞിട്ടില്ല ഒന്നും. കാരണം ഇതിൽ അതൊന്നും പറയാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം 6-ാം നൂറ്റാണ്ടിലില്ല. അന്ന് ആശുപത്രിയിൽ പ്രസവിക്കുന്ന പ്രശ്നമില്ല. അന്ന് വീട്ടിലാണ് പ്രസവിക്കുക. അന്ന് പ്രസവം എടുക്കാൻ അവിടെ ഇതുപോലെയുള്ള സ്ത്രീകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ആ സമ്പ്രദായമാണ് ഇന്നും തുടരേണ്ടത് എന്ന് വാദിക്കുകയാണ് ഇവിടെ. കാരണം ഇന്ന് വൈദ്യശാസ്ത്രത്തിൻ്റെയൊക്കെ പുരോഗതി കാരണം നമ്മൾ ശിശുമരണ നിരക്കും ഗർഭിണികളുടെ മരണനിരക്കും ഒക്കെ എത്രയോ കുറച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലത്ത് ഈ മണ്ടത്തരം പറയാൻ മതപണ്ഡിതന്മാർ എന്ന വേഷം കെട്ടി കോലം കെട്ടി നടക്കുന്ന ആളുകൾ ഉണ്ട്. അവരുടെ കെണിയിൽപ്പെട്ട് പാവം സ്ത്രീകൾ കൊലക്ക് കൊടുക്കപ്പെടുന്നു. കാരണം എന്താണ്? അന്ത്യപ്രവാചകൻ കിതാബും കൊണ്ട് വന്നിട്ട് അന്ത്യക്കിതാബ് ഇറക്കിയിട്ട് പോയി. ഇനി അത് മതി, ആ കിതാബ് അനുസരിച്ച് ലോകാവസാനം വരെ മനുഷ്യർ ജീവിച്ചാൽ മതി എന്നാണ് ഈ മതം ശഠിക്കുന്നത്. അടുത്ത ഖണ്ഡിക, സമുദായം ദുഷിക്കുമ്പോൾ ഉദ്ധരിക്കുവാൻ ഒരാളെ നബിയാക്കി അയക്കേണ്ടതില്ല. പ്രവാചകത്വ പദവി ഇല്ലാതെ തന്നെ ഖുർആൻ്റെ അനുയായികൾ ഓരോരുത്തരും പൊതുവിലും പണ്ഡിതന്മാർ പ്രത്യേകമായും ഈ കൃത്യം ലോകാവസാനം വരെ നിലനിർത്തിപ്പോരുവാൻ ബാധ്യസ്ഥരാകുന്നു. അപ്പോൾ ആ നിലക്കും ഒരു പ്രവാചകൻ്റെ ആവശ്യം നേരിടുന്നില്ല. മതപ്രബോധനം നടത്തുന്നതും പരസ്പരം ഉപദേശിക്കുന്നതും മുസ്ലിങ്ങളുടെ കർത്തവ്യമാണെന്ന് തെളിയിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഖുർആനിലുണ്ട്, നബിവചനങ്ങളുമുണ്ട്. ഉലമാക്കളിലാണ് ആ ചുമതല പ്രധാനമായി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിശ്ചയമായും പണ്ഡിതന്മാർ നബിമാരുടെ അനന്തരാവകാശികളാണ് എന്ന് റസൂൽ പ്രസ്താവിച്ചത്. ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഒരു വിഭാഗം അന്ത്യകാലം വരെ ഈ സമുദായത്തിൽ ഉണ്ടായിരിക്കും. നബി പറയുന്നു, എൻ്റെ സമുദായത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് നിലകൊള്ളുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കുന്നതാണ്. അവരെ കൈവെടിയുന്നവരോ അവരോടെതിരായി നിൽക്കുന്നവരോ ആരും തന്നെ അവരെ വിഷമത്തിലാക്കുകയില്ല. ലോകാവസാനം വരെ അവർ ഈ നില തുടർന്നുകൊണ്ടിരിക്കും. 6-ാം നൂറ്റാണ്ടിലെ നബി കിതാബ് കൊടുത്തയച്ചതിന് ശേഷം ഇനി ലോകത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഈ കിതാബ് വ്യാഖ്യാനിച്ചിട്ട് പണ്ഡിതന്മാർ ഉലമാക്കൾ പറഞ്ഞോളും എന്നാണ്. അതിൽ 10 ഉലമാക്കൾ ഒരായത്ത് വ്യാഖ്യാനിച്ചാൽ അത് 15 തരത്തിൽ വ്യാഖ്യാനിച്ചിട്ട് 15 കോലത്തിലുള്ള 15 മദ്ഹബുകളും 15 നിയമങ്ങളും 15 സംഘടനകളുമായിട്ട് തമ്മിൽ തല്ലുന്നതും ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഈ തമ്മിൽ തല്ല് ആരാണ് പരിഹരിക്കുക? അത് പരിഹരിക്കാനെങ്കിലും അന്ത്യപ്രവാചകന്മാർ വരണ്ടേ? എങ്കിലല്ലേ നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ഇത് പ്രവാചകന്മാർ പറഞ്ഞതെന്താണെന്ന് പണ്ഡിതന്മാർക്ക് മനസ്സിലായിട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു പണ്ഡിതൻ പറയുന്നതല്ല വേറൊരു പണ്ഡിതൻ പറയുന്നത്, ഒരു വ്യാഖ്യാതാവ് പറയുന്നതല്ല വേറൊരു വ്യാഖ്യാതാവ് പറയുന്നത്. ഇങ്ങനെ കടന്ന് തമ്മിൽ തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ തല്ലുകൂടെ മാത്രമല്ല, പരസ്പരം പള്ളികളിൽ പൊട്ടിത്തെറിച്ച് മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ. നബി മരിച്ച് വീണ നിമിഷം മുതൽ തുടങ്ങിയ അടിയാണ്. ആ അടി ഇപ്പോഴും തീർന്നിട്ടില്ല.
കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുകളായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യത്തിലും അഭിപ്രായ ഭിന്നതയാണ്. ഒരു ഖുർആൻ വാക്യം എടുത്താൽ അത് വ്യാഖ്യാനിക്കാൻ ഇറങ്ങിയ 10 ആൾക്ക് 15 അഭിപ്രായമാണ്. അപ്പോൾ എവിടെയാണ് പ്രവാചകൻ്റെ ആവശ്യം? നമുക്ക് പ്രവാചകൻ പോരാ, അള്ളാഹ് നേരിട്ട് ഇറങ്ങി വരേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അടി തീർക്കാനെങ്കിലും അള്ളാഹ് ഇറങ്ങി വരണ്ടേ? എന്നിട്ട് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് പറയണ്ടേ? അന്ത്യപ്രവാചകനല്ല മുഹമ്മദ് എന്ന് പറയുന്നവർക്കുള്ള മറുപടിയായിട്ട് പറഞ്ഞത് വായിക്കാം. മുഹമ്മദ് നബിക്ക് ശേഷം ഒരു പുതിയ നബി വരികയില്ലെന്നും അക്കാര്യം യാതൊരു സംശയത്തിനും ഇടമില്ലാത്ത നിലയിൽ ഖുർആനും ഹദീസും തുറന്ന് പ്രസ്താവിച്ചിട്ടുണ്ടെന്നും ഉള്ളതിൽ ഇസ്ലാമിക വൃത്തത്തിൽ ഉൾപ്പെട്ട ആർക്കും ഭിന്നാഭിപ്രായമില്ല. ഇത് ഇസ്ലാമിലെ ഒരു മൗലിക സിദ്ധാന്തമാണ്. മുസ്ലിം ലോകം അങ്ങനെ തന്നെയാണ് പരിഗണിച്ചിട്ടുള്ളത്. ഇതിനെതിരായി വിശ്വാസം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകലാണ്. നബിയുടെ സഹാബത്തിൻ്റെ കാലത്തും അതിനുശേഷവും ചില നുബുവത്ത് വാദികൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും അവരുടെ വാദത്തിൻ്റെ തെളിവ് പോലും അന്വേഷിക്കുവാൻ നബിയോ ഇമാമുകളോ ഉത്തരവാദപ്പെട്ട ഭരണകർത്താക്കളോ മുതിർന്നിട്ടില്ല. അവർ കള്ളവാദികളാണെന്ന് വിധിക്കുകയും അവരുടെ നേരെ യുദ്ധമോ വധമോ നടത്തുകയുമാണ് ഇസ്ലാമിക ഭരണകൂടം ചെയ്തത്. ഇസ്ലാമിക ചരിത്രം വായിക്കുന്നവർക്കെല്ലാം ഇതറിയാം. നബിക്ക് ശേഷം പ്രവാചകത്വം വാദിക്കുന്നവരോട് നിനക്ക് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലും ഇസ്ലാമിൽ നിന്ന് ഉള്ള വ്യതിയാനമാണെന്നാണ് പല പണ്ഡിതന്മാരും പ്രസ്താവിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ നബിക്ക് ശേഷം വഹിയും പ്രവാചകത്വവും ലഭിക്കുന്ന ഒരാൾ ഈ ലോകത്ത് വരാനില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഖാദിയാനികളുടെ പ്രവാചകവാദത്തെ ഖണ്ഡിക്കുകയാണ് ഇവിടെ മുസ്ലിയാർ ചെയ്യുന്നത്. അത് തന്നെയാണ് അമാനി മൗലവിയിലും ഒക്കെ ചെയ്തു വച്ചിട്ടുള്ളത്. ഇനി ഇമാം റാസി ഇതിൻ്റെ ന്യായമായിട്ട് എഴുതി വെച്ച കാര്യങ്ങൾ: ആദ്യകാലങ്ങളിൽ ആളുകൾ അധിവസിച്ചിരുന്ന ഭൂപ്രദേശങ്ങൾ തമ്മിൽ വാർത്താവിനിമയ ബന്ധങ്ങളോ ഗതാഗത സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. നബിയുടെ കാലമായപ്പോഴേക്കും അവയെല്ലാം വമ്പിച്ച പുരോഗതി കൈവന്നു കഴിഞ്ഞു. അതിനാൽ മുൻകാലങ്ങളിൽ ഒരേ കാലത്തു തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിലായി പ്രവാചകന്മാരെ നിയോഗിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അവരെല്ലാം തന്നെ ചില നിശ്ചിത വിഭാഗങ്ങളിലും പ്രത്യേക കാലത്തേക്കുമായിരുന്നു. നബിയാകട്ടെ കാലദേശ വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ലോകാവസാനം വരെയുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടി നിയുക്തനായ റസൂലും അവിടുന്ന് കൊണ്ടുവന്ന നിയമസംഹിത സകല ജനങ്ങൾക്കും ബാധകവുമാകുന്നു. ഈ നിലക്ക് ഇനിയൊരു പ്രവാചകൻ്റെയോ വേദഗ്രന്ഥത്തിൻ്റെയോ ആവശ്യം അവശേഷിക്കുന്നുമില്ല. ഇപ്പോൾ നമ്മൾ വായിച്ച അതേ ന്യായം തന്നെയാണ് ഇമാം റാസിയിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഈ ന്യായം നബി പറഞ്ഞതാണോ അള്ള പറഞ്ഞതാണോ? നബി അള്ളയൊന്നും അങ്ങനത്തെ ഒരു ന്യായം പറഞ്ഞു കൊടുത്തിട്ടില്ല. നബി അങ്ങ് പറഞ്ഞു ഞാനാണ് അന്ത്യപ്രവാചകൻ, ഇനി വേറെ നബിമാരൊന്നുമില്ല. അങ്ങനെ ആ കാലത്ത് നബി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഒരുപാട് നബിമാർ അപ്പുറം ഉണ്ടായിരുന്നു. അവരൊക്കെ പോയി കൊന്നു. നബിക്ക് ശേഷം അബൂബക്കറും കൂട്ടരും അവിടെ നബിമാരെ കൊല്ലലായിരുന്നു പരിപാടി. നബിക്ക് മുമ്പും അവിടെ നബിമാരുണ്ട്. നബിയായി ജീവിച്ചിരിക്കുന്ന സമയത്ത് അവിടെ നൂറുകണക്കിന് വെളിച്ചപ്പാടുകൾ ഓരോ ദൈവങ്ങളുടെയും വെളിപാടുകൾ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. ഇങ്ങനെ മനുഷ്യൻ്റെ തൊള്ളയിൽ കൂടെ വെളിപാട് പറയുക, വെളിച്ചപ്പാട് തുള്ളുക എന്നതൊക്കെ ആ കാലത്തും ഈ കാലത്തും ലോകത്ത് പലയിടത്തും നിലനിൽക്കുന്ന ഒരു അന്ധവിശ്വാസമാണ്. ആ ഒരു ടെക്നോളജി അല്ലാതെ ഒരു ദൈവത്തിന് വേറെ കുറച്ചും കൂടി ഫലപ്രദമായൊരു ടെക്നോളജിയിൽ മനുഷ്യരോട് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് ഇതൊന്നും ദൈവവുമായിട്ടൊരു ബന്ധവുമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. മാത്രമല്ല 6-ാം നൂറ്റാണ്ടിൽ ഈ കിതാബിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആധുനിക മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ഒരു നിലക്കും ബന്ധപ്പെടുത്താൻ പറ്റുന്നതല്ല. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു പ്രശ്നത്തിനും ഇതിനകത്ത് പരിഹാരമില്ല. ഇതിനകത്ത് പരിഹാരം തേടാൻ പോയാൽ നമ്മുടെ നാട്ടിലിപ്പോൾ വീട്ടിൽ പ്രസവിച്ച് സ്ത്രീ മരിച്ചതുപോലെയുള്ള സംഭവങ്ങളാണ് ഉണ്ടാവുക. ആരെങ്കിലും മകനെ കൊല്ലണം മകളെ കൊല്ലണം എന്ന് സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം സത്യമാണെന്ന് വിശ്വസിച്ചു കൊണ്ടുപോയി സ്വന്തം മകനെ കൊണ്ടേ അറക്കുന്നത് പോലെയുള്ള അസംബന്ധങ്ങളാണ് ഈ കിതാബ് വായിച്ച് അത് വിശ്വസിച്ചാൽ ഇന്ന് സംഭവിക്കുക. ഈ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന അനർത്ഥങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കണമെങ്കിൽ മനുഷ്യരെ സ്വതന്ത്രമായി ചിന്തിക്കാൻ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള കിതാബുകളിൽ പറയുന്ന മണ്ടത്തരങ്ങൾ തുറന്ന് കാണിക്കേണ്ടതുണ്ട്. ഇതിനകത്തുള്ള വൈരുദ്ധ്യങ്ങൾ തുറന്ന് കാണിക്കേണ്ടതുണ്ട്. ഇതിനകത്തൊന്നും ഈ പറയുന്നത് പോലെ അവകാശപ്പെടുന്നത് പോലെയുള്ള യാതൊരു ദൈവികതയും ഇല്ല എന്ന് ഈ വിശ്വാസികളായ സാധാരണക്കാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആ ഒരു പണിയാണ് നമ്മൾ ഈ ഖുർആൻ ക്ലാസ്സിലൂടെ ഉൾപ്പെടെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി 41, 42 വാക്യങ്ങൾ ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്, വായിക്കാം. വിശ്വാസികളെ, നിങ്ങൾ ധാരാളമായി അള്ളാഹുവിന് ദിക്ർ ചൊല്ലുകയും രാവിലെയും വൈകുന്നേരവും അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയും ചെയ്യുക. ഒരു ദൈവം മനുഷ്യരോട് പറയാണ്, നിങ്ങൾ ഇന്നങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും ഇരിക്കണമെന്ന്. എന്തൊരല്പത്തരമാണ് ഈ പറയുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച എല്ലാം തികഞ്ഞ സമ്പൂർണനായ മഹാശക്തിയായ ഒരു ദൈവത്തിന് തൻ്റെ സൃഷ്ടികളോട് നിങ്ങൾ ഇന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കേ, നിങ്ങൾ ഇന്നെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കേ എന്ന് നിലവിളിക്കേണ്ട എന്ത് ഗതികേടാണുള്ളത്. അല്പത്തരം എന്നല്ലാതെ എന്താണ് ഇതിന് പറയുക? ഈ അല്പത്തരം ദൈവം പറഞ്ഞതാണോ അതോ
മനുഷ്യൻ്റെ അല്പത്തരം ദൈവത്തിൻ്റെ വായിൽ വെച്ച് കെട്ടിയതാണോ? സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് ഇസ്ലാം മതത്തിനും ഖുർആനും മാത്രം ബാധകമല്ല, എല്ലാ മതക്കാരോടും കൂടിയാണ് പറയുന്നത്. നിങ്ങളുടെ എല്ലാ മതക്കാരുടെയും ദൈവങ്ങൾ ഈ നിലവാരത്തിലുള്ള അല്പന്മാർ തന്നെയാണ്. എന്നെ പുകഴ്ത്തൂ, എന്നെ സ്തുതിക്കൂ, എന്നെ പ്രകീർത്തിക്കൂ, എന്നെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ടുപാടൂ എന്ന് പറയുന്ന ദൈവങ്ങളാണ് മനുഷ്യർ കൊണ്ടു നടക്കുന്ന ദൈവങ്ങൾ. കാരണം മനുഷ്യർ ഈ ദൈവങ്ങളെ ഉണ്ടാക്കുന്ന കാലത്ത് മനുഷ്യർക്ക് അത്രയൊക്കെ വിവരം ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തെക്കുറിച്ച് പോലും ദൈവത്തിൻ്റെ ഒരു അന്തസ്സിന് അനുയോജ്യമായ രീതിയിൽ ചിന്തിക്കാനുള്ള ചിന്താവികാസം മനുഷ്യർക്ക് നേടാൻ കഴിയുന്നതിന് മുമ്പ് മനുഷ്യർ ഇതുപോലെയുള്ള കഥാപാത്രങ്ങളെ ഭാവനയിൽ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യരെപ്പോലെ അല്പന്മാരായി ഈ ദൈവങ്ങളും അധപ്പതിച്ചതാണ് എന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. 43. ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുത്തുവാനായി നിങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കുകയും അവൻ്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സത്യവിശ്വാസികളോട് വളരെ കരുണയുള്ളവനാണ് അവൻ. ഇവിടെ പരിഭാഷയിലൊക്കെ ഒരുപാട് തരികിട കാണിച്ചിട്ടുണ്ട്. ഈ വാക്യത്തിൻ്റെ ഒരു സബബുൻ നുസൂല് നമ്മളെ വാഹിദിയിൽ കൊടുത്തിട്ടുണ്ട്. വാഹിദി വേറെ മറ്റേ സെയ്ദിൻ്റെ കഥ എവിടെയും സ്പർശിച്ചിട്ടില്ലെങ്കിലും ഇതിനൊരു സബബ് കൊടുത്തിട്ടുണ്ട്. അത് ഇതേ അധ്യായത്തിൽ തന്നെ വേറൊരു വാക്യം വരുന്നുണ്ട്. അള്ളയും മലക്കുകളും മുഹമ്മദിന് സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ മുഹമ്മദിന് സലാത്ത് ചൊല്ലണം എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. ആ സലാത്ത് ചൊല്ലലിനെ കുറിച്ച് അബൂബക്കർ ആരോ മുഹമ്മദിനോട് ഒരു വിശദീകരണം ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞതാണ് ഈ വാക്യം എന്നൊക്കെയാണ് സബബുൻ നുസൂലായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ യുസല്ലി എന്നുള്ള വാക്കാണ്. ഈ യുസല്ലി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ യുസല്ലി വേറെ, മലക്കുകളെ യുസല്ലി വേറെ, നമ്മളെ യുസല്ലി വേറെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വ്യാഖ്യാന കസർത്തുകൾ. പക്ഷേ അവിടെ മുഹമ്മദ് ഒരു മണ്ടത്തരം പറഞ്ഞതാണ്. അള്ളയും മലക്കുകളും മുഹമ്മദിന് സലാത്തും ചൊല്ലി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അള്ളാഹുവിൻ്റെ തലയിൽ കയറി അള്ളാഹുവിനേക്കാളും വലിയ സൂപ്പർ അള്ളാഹുവായി ചമഞ്ഞതാണ്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വ്യാഖ്യാതാക്കൾ കടന്ന് ഉരുളുന്നതിൻ്റെ ഭാഗമാണ്. അങ്ങനെ അന്ന് തന്നെ അതിനെക്കുറിച്ച് സംശയം ചോദിച്ചപ്പോൾ അതിനൊരഴകുഴമ്പൻ വ്യാഖ്യാനമായിട്ട് പറഞ്ഞതാണ് ഈ വാക്യമെന്നാണ് പറയുന്നത്. ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുത്താനായി നിങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കുകയും അവൻ്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇവിടെ മലക്കുകൾ ചെയ്യുന്നത് പ്രാർത്ഥനയും അള്ളാഹു ചെയ്യുന്നത് അനുഗ്രഹിക്കലുമാണ്. കാരണം അള്ളാഹു പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥന പിന്നെ ആരോടാണ്? അള്ളാഹു ഇങ്ങനെ നിങ്ങൾക്ക് സലാത്ത് ചെല്ലുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സലാത്ത് ആരോടാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അള്ളാഹുവിനേക്കാളും വലിയൊരു സൂപ്പർ അള്ളാഹു വേറെ ഉണ്ടോ എന്നുള്ള ചോദ്യം വരും. പക്ഷേ മുഹമ്മദിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സലാത്ത് ചെല്ലുന്നത് എന്നതുകൊണ്ട് മുഹമ്മദ് അള്ളാഹുവിനേക്കാളും വലിയ സൂപ്പർ അള്ളാഹുവായി ചമഞ്ഞിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാകുന്നത്. ഇതൊക്കെ ആ കാലഘട്ടത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ കബളിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് ചെയ്ത് കൂട്ടിയ തരികിടകൾ മാത്രമാണ്. 44. അവനെ കാണുന്ന ദിവസം അവരുടെ അഭിവാദ്യം സലാം ആയിരിക്കും, അവർക്ക് മാന്യമായ പ്രതിഫലം അവൻ ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിനെ കണ്ടാൽ അള്ളാഹു സലാം ചൊല്ലും എന്നാണ് പോലും പറയുന്നത്. സലാം എന്ന് പറഞ്ഞാൽ എന്താ? അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് സലാം. അള്ളാഹു അപ്പോഴും ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിന് രക്ഷ അങ്ങ് ഉണ്ടാക്കിയാൽ പോരെ. അള്ളാഹു പിന്നെ സലാം സലാം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളാണ്. 45, 46. ഓ നബി, നിശ്ചയമായും താങ്കളെ സാക്ഷിയും സന്തോഷവാർത്താ വാഹകനും താക്കീതുകാരനും അള്ളാഹുവിലേക്ക് അവൻ്റെ കൽപ്പന അനുസരിച്ച് ക്ഷണിക്കുന്നയാളും പ്രകാശം നൽകുന്ന ഒരു വിളക്കും ആയി നാം അയച്ചിരിക്കുന്നു. ഇതൊക്കെ മക്കയിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇവിടെ മദീനയിൽ മുഹമ്മദിനെ പ്രകാശമായിട്ടും വിളക്കായിട്ടൊന്നല്ല അയച്ചത്. മദീനയിൽ മുഹമ്മദിനെ ചോരക്കൊതിയനായ ഒരു യോദ്ധാവായിട്ടും ഒരു കൊള്ളക്കാരനായിട്ടും ഒരക്രമിയായിട്ടുമാണ് അയച്ചത്. മുഹമ്മദ് വാളും കൊണ്ട് നടന്നിട്ട് മനുഷ്യൻ്റെ കഴുത്ത് വെട്ടിക്കൊണ്ടാണ് മുഹമ്മദിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും ഒരു മതം ഉണ്ടാക്കാനും ശ്രമിച്ചത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിനൊന്നും ചരിത്രത്തിൽ യാതൊരു സാധുതയുമില്ല. മുഹമ്മദിനെ വെളിച്ചമായിട്ടല്ല, മുഹമ്മദിനെ ലോകത്തിൻ്റെ ഇരുട്ടായിട്ടാണ് അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഹമ്മദിനെ അയച്ചത് ഏതെങ്കിലും അദൃശ്യ ശക്തിയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ശത്രുവായിട്ടുള്ള ഒരു ശക്തിയാവാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ നിഗമനം. അതല്ലെങ്കിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഇതൊക്കെ പ്രാകൃതകാലത്തെ വിവരം കുറഞ്ഞ മനുഷ്യരുടെ ഭാവനയിൽ വിരിഞ്ഞിട്ടുള്ള ചിന്താ വൈകൃതങ്ങൾ മാത്രമാണ്. അതാണ് ഈ മതങ്ങളും അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും എല്ലാം. 47.
നിശ്ചയമായും വിശ്വാസികൾക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് വമ്പിച്ച ഔദാര്യം ലഭിക്കുമെന്ന് താങ്കൾ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. 48. താങ്കൾ നിഷേധികളെയും കപടവിശ്വാസികളെയും അനുസരിക്കരുത്. അവരുടെ ശല്യം അവഗണിച്ച് വിട്ടേക്കുകയും അള്ളാഹുവിങ്കിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. ഭരമേൽപ്പിക്കപ്പെടുന്നവനായി അള്ളാഹു തന്നെ മതി. ഇതാണ് ഈ അധ്യായത്തിൻ്റെ ആദ്യം പറഞ്ഞ അതേ കാര്യങ്ങൾ വീണ്ടും പറയുകയാണ്. അപ്പോൾ ഈ മുഹമ്മദ് കാട്ടിക്കൂട്ടിയ ഈ വൃത്തികേടുകളെ തുടർന്ന് അന്നത്തെ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഉൾപ്പെടെയുള്ള ആളുകൾ മുഹമ്മദിനെ നന്നായിട്ട് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ മുഹമ്മദിന് നല്ല ചമ്മലുണ്ടായിട്ടുണ്ട്. ആ ചമ്മൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നീ അവർ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട, നീ അള്ളാഹുവിനെ മാത്രം നോക്കിയാൽ മതി, നീ അള്ളാഹുവിൽ മാത്രം വരമേൽപ്പിച്ചാൽ മതി, നാട്ടുകാർ പറയുന്നതൊന്നും നീ കേൾക്കാൻ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് തൻ്റെ ചെയ്തികളിലെ വൃത്തികേടുകളെ മുഴുവൻ അള്ളാഹുവിൻ്റെ പെരടിയിൽ വെച്ച് കെട്ടിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ സ്വയം മാന്യത ചമയാൻ ശ്രമിക്കുകയാണ്. കൂടുതൽ സ്വയം പരിഹാസ്യനാവുകയും അള്ളാഹു എന്ന കഥാപാത്രത്തെ കൂടുതൽ പരിഹാസ്യനാക്കുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് സംഭവവും അതിനെ തുടർന്ന് വന്നിട്ടുള്ള വെളിപാടുകളും ആ വെളിപാടുകളുടെ യഥാർത്ഥ പശ്ചാത്തലം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പറഞ്ഞതിലുള്ള വൈരുദ്ധ്യങ്ങളും ഇവിടെ വ്യാഖ്യാതാക്കളുടെ ഈ കിടന്ന് ഉരുളലും ഇതെല്ലാം കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും പരസ്പരം ചേർത്ത് വെക്കാൻ പറ്റാത്തത്ര വൈരുദ്ധ്യങ്ങൾ കാണപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തൊക്കെയോ കള്ളത്തരങ്ങളും മറച്ചുവെക്കലുകളും ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇത് ക്രമം തെറ്റിച്ച് കൊടുത്തതും ഇതിൽ നിന്ന് 200-ൽ പരം വാക്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതും ഇതിൽ പറയുന്ന കാര്യങ്ങൾ പരസ്പരം യാതൊരു ബന്ധവുമില്ലാതെ നമുക്ക് ബോധ്യപ്പെടുന്നതും എല്ലാം പരിശോധിച്ചാൽ ഇവിടെ മുഹമ്മദ് നടത്തിയത് വളരെ വ്യക്തമായ ഒരു കപട നാടകമായിരുന്നു എന്ന് മനസ്സിലാവും. എന്തായിരുന്നു ആ കപട നാടകം? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോരാൻ തീരുമാനിച്ച മുഹമ്മദിന് തൻ്റെ കസിൻ സഹോദരിമാരായ പരമാവധി പെണ്ണുങ്ങളെ തൻ്റെ വരുതിയിലെത്തിക്കുക എന്നുള്ള ഉദ്ദേശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി മുഹമ്മദ് കണ്ടെത്തിയ ഒരു മാർഗമാണ് ഈ ഡമ്മി കല്യാണം. ആ ഡമ്മി കല്യാണത്തിന് ഈ സൈനബിൻ്റെ ഉമ്മയും സഹോദരനും സമ്മതിക്കാതിരുന്നപ്പോൾ അവരെ പേടിപ്പിച്ച് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തിട്ടൂരമിറക്കി അവരെ നിർബന്ധിച്ച് മുഹമ്മദ് ഈ കപട കല്യാണം നടത്തിച്ചു. എന്നിട്ട് ആ സെയ്ദ് എന്ന പാവത്തിനെ അവനോട് മുഹമ്മദ് ജീവിതത്തിൽ ഔദാര്യം ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. പരമാവധി അവനെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. അത് സഹിക്കവയ്യാതെ സെയ്ദ് ഒരു കൊല്ലം കൊണ്ട് തന്നെ ആ ബന്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയും അത് മുഹമ്മദിനോട് പറയുകയും ചെയ്തപ്പോൾ വീണ്ടും സെയ്ദിനെ ആ ബന്ധത്തിൽ, ആ ഡമ്മി ബന്ധത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടി മുഹമ്മദ് അള്ളാഹുവിൻ്റെ ആ പഴയ വാക്യം തന്നെ എടുത്ത് പ്രയോഗിച്ചു. അള്ളാഹുവിൻ്റെ തീട്ടൂരം അനുസരിച്ചില്ലെങ്കിൽ ദുർമാർഗത്തിലാണ്, വഴിവെച്ചവരാണ് എന്ന ആയത്തൊക്കെ ഓതിക്കൊണ്ട് സെയ്ദിനെ ഭീഷണിപ്പെടുത്തിയിട്ടും സെയ്ദ് ഈ അള്ളാഹുവിൻ്റെ തിട്ടൂരത്തിലെ വഴങ്ങാൻ തയ്യാറായില്ല. സെയ്ദ് സൈനബയെ വിവാഹം മോചനം ചെയ്ത് മുഹമ്മദിനോട് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് ആളുകളുടെ മുമ്പിൽ വഷളാവും എന്നറിഞ്ഞപ്പോൾ നടത്തിയിട്ടുള്ള കള്ളക്കളികളാണ് പിന്നീടുള്ള എല്ലാ ഏർപ്പാടുകളും. അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു സെയ്ദിനെ സൈനബയുടെ പെരടിയിൽ വെച്ച് കെട്ടിയിരുന്നത്? അതിൻ്റെ ഉത്തരം ഈ അധ്യായത്തിൽ തന്നെ വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കസിൻ സഹോദരിമാരെ ഭാര്യമാർക്ക് പുറമെ മുഹമ്മദിന് ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ പ്രത്യേക അനുവാദം നൽകുന്നു എന്ന് പറയുന്ന വൃത്തികെട്ട ആയത്ത് ഈ അധ്യായത്തിൽ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ കസിൻ സഹോദരിമാരിൽപ്പെട്ട സ്ത്രീകളെ മുഹമ്മദിന് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. കല്യാണം കഴിക്കാതെ തന്നെ അടിമ സ്ത്രീകളെ എന്ന പോലെ, ഭാര്യമാരെ എന്ന പോലെ മുഹമ്മദിന് ഉപയോഗപ്പെടുത്താം എന്ന്, അത് സ്പെഷ്യൽ ഓർഡറാണെന്നും അത് മറ്റു സത്യവിശ്വാസികൾക്ക് ബാധകമല്ല എന്ന ഉപാധിയും പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിൽ തന്നെ വരുന്നുണ്ട്. അതും ഈ പറഞ്ഞ സംഭവങ്ങളും കൂടെ ചേർത്ത് വെച്ച് വായിച്ചാൽ എന്തിനായിരുന്നു ഈ കസിൻ സഹോദരിയെ ഈ പാവം മനുഷ്യനെ പെരടിയിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഈ പാവത്തെ കബളിപ്പിച്ചുകൊണ്ട് താൻ ജീവിക്കുന്നത് എൻ്റെ ഔദാര്യം കൊണ്ടാണ് എന്ന വൃത്തികേട് പറഞ്ഞുകൊണ്ട് ഈ ഡമ്മി കല്യാണം നടത്തിച്ചത് എന്തിനായിരുന്നു എന്ന് വളരെ ക്ലിയർ. ഇവിടെ മൗദൂദിയും മറ്റുള്ളവരും തമ്മിൽ പറയുന്ന, മൗദൂദിയും നമ്മുടെ അമാനി പോലെയുള്ള പുതിയ വ്യാഖ്യാതാക്കളും പറയുന്ന കഥയും തബരി, ജലാലേനി, ഇബ്നു അബ്ബാസ് തുടങ്ങിയിട്ടുള്ള ആദിമ മുഫസ്സിറുകൾ പറയുന്ന കഥയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചു. ആ കഥ പൊട്ടക്കഥയാണ് എന്നാണ് ഇവർ പറയുന്നത്, മൗദൂദിയും കൂട്ടരും പറയുന്നത്. നഊദു ബില്ലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ കഥ പറയുന്നവരെക്കുറിച്ച് മൗദൂദി അധിക്ഷേപിക്കുന്നത്. എന്താണ് ആ കഥ? ആ കഥ സൈനബിനെ
ഒരു ദിവസം മുഹമ്മദ് പോയി കണ്ടു എന്നാണ്. അങ്ങനെ കണ്ടപ്പോൾ മുഹമ്മദിന് സൈനബിനോട് ലവ് തോന്നി എന്നാണ് ജലാലൈനിലും ഇബ്നു അബ്ബാസിലും അതുപോലെ എഴുതി വെച്ചിട്ടുള്ളത്. തബരിയിൽ ഇതിനെ കുറച്ചുകൂടെ വിശദമായിട്ട് ഒരു പൈങ്കിളി കഥ പോലെ തന്നെ ഇത് പറഞ്ഞു പോയിട്ടുണ്ട്. ആ കണ്ട കാഴ്ചയുടെ വിശദാംശങ്ങളും അന്നേരം മുഹമ്മദിനുണ്ടായ തോന്നലുകളും ഇതെല്ലാം വിശദമായിട്ട് തബരിയുടെയൊക്കെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് പല ചരിത്രകാരന്മാരും ഈ സംഭവം പല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ചിലർ പറയുന്നത് സൈനബ മുഹമ്മദ് കയറി ചെന്നപ്പോൾ മുഹമ്മദിനെ കെട്ടിപ്പിടിച്ചു എന്നാണ്. വേറെ ചിലർ പറയുന്നത് സൈനബ അകത്തേക്ക് വിളിച്ചു എന്നാണ്. വേറെ ചിലർ പറയുന്നത് മുഹമ്മദ് അകത്ത് കയറാതെ തിരിച്ചു പോയി എന്നാണ്. വേറെ ചിലർ പറയുന്നത് തുണി പൊങ്ങിയ അവസ്ഥയിൽ സൈനബയെ കണ്ടു, അപ്പോഴാണ് മുഹമ്മദിന് ആകെ കൺട്രോൾ പോയത്. കൺട്രോൾ പോയപ്പോൾ മുഹമ്മദ് മനസ്സുകളെ ചാഞ്ചാടിക്കുന്ന അള്ളാഹുവിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തിരിഞ്ഞുപോയി എന്നും, അത് ആ പറഞ്ഞ വാചകം പിന്നീട് സെയ്ദിനോട് പറഞ്ഞപ്പോൾ സെയ്ദിന് കാര്യം മനസ്സിലായി. അങ്ങനെയാണ് സെയ്ദ് വന്നിട്ട് മുഹമ്മദിനോട് ഞാൻ അവളെ ഒഴിവാക്കിത്തരാം, നിങ്ങൾ വീട്ടിൽ വന്നിരുന്നു അല്ലേ എന്നൊക്കെ ചോദിച്ചത് എന്നൊക്കെ പറയുന്ന കഥയുണ്ട്. വാസ്തവത്തിൽ ഈ കഥയും തെറ്റാണ്. ഈ കഥയെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്ന കഥ അതിനേക്കാളും വലിയ അബദ്ധമാണ്. ദൈവത്തിനെ അങ്ങേയറ്റം അവഹേളിക്കുന്ന കഥയാണ്. ഈ കഥകളൊന്നും ഒരു ദൈവത്തിൻ്റെ അന്തസ്സിന് ചേർന്ന കാര്യങ്ങളല്ല, ഒരു ദൈവദൂതൻ്റെ അന്തസ്സിനും ചേർന്ന കാര്യങ്ങളല്ല, ഒരു മതഗ്രന്ഥത്തിൽ പറയേണ്ട കാര്യങ്ങളേ അല്ല ഇതൊന്നും. മറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്ന് അറിയണമെങ്കിൽ ഈ മുഹമ്മദ് ആരായിരുന്നു ഈ വിഷയത്തിൽ എന്ന് ഈ അധ്യായത്തിലും മറ്റ് അധ്യായങ്ങളിലും വിശദീകരിച്ചിട്ടുള്ള ഖുർആൻ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയാൽ ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് അതിൻ്റെ പിന്നിൽ. ഒരു ഡമ്മി പുതിയാപ്പിള എന്ന നിലക്ക് മുഹമ്മദ് തന്നെ മഹർ കൊടുത്തുകൊണ്ട് സൈനബയെ മദീനയിലെത്തിച്ച് തൻ്റെ അണ്ടറിൽ നിർത്താനുള്ള കപടതന്ത്രമായിരുന്നു മുഹമ്മദ് നടത്തിയിരുന്നത്. അതനുസരിച്ച് മുഹമ്മദ് ഈ വീട്ടിലെ നിത്യസന്ദർശകനായി കയറി ചെല്ലുകയും ആ സന്ദർശനം സെയ്ദിന് ഇഷ്ടപ്പെടാതെ വരുന്ന ഒരു ഘട്ടത്തിൽ സെയ്ദ് പ്രതിഷേധിക്കുകയും ചെയ്തു. ആ പ്രതിഷേധത്തെ തുടർന്ന് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ മുഹമ്മദ് സൈനബിനെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ അള്ളാഹുവിൻ്റെ പേരിൽ ഈ കപട നാടകങ്ങളെല്ലാം അവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മുഹമ്മദിന് ഈ വൃത്തികേട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ദത്ത് സമ്പ്രദായത്തെ അനാചാരം എന്ന പേരിൽ, ജാഹിലിയ സമ്പ്രദായം എന്ന പേരിൽ മുഹമ്മദിൻ്റെ അള്ളാഹുവും നിരോധിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യരോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമാണ് അനാഥകളെ ദത്തെടുത്ത് സ്വന്തം മക്കളായി വളർത്തി മക്കൾക്കുള്ള അവകാശങ്ങൾ നൽകുക എന്ന സമ്പ്രദായം. അത് അനാചാരമാണ് എന്ന് തലക്ക് വെളിവുള്ള ആരും പറയില്ല. അത് അനാചാരമാണ് എന്ന് മനുഷ്യത്വമുള്ള ആരും പറയില്ല. അത് നിരോധിച്ചു, അത് അനാചാരമായതുകൊണ്ട് നിരോധിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ ഈ വിശ്വാസം കൊണ്ട് തലച്ചോറ് മരവിച്ചവർക്കല്ലാതെ, ഈ വിശ്വാസം കൊണ്ട് സ്വന്തം മനസ്സാക്ഷി മരവിച്ചവർക്കല്ലാതെ, മനുഷ്യത്വം മരവിച്ചവർക്കല്ലാതെ ഈ വിഡ്ഢിത്തം പറയാൻ കഴിയില്ല. ഖുർആൻ ദൈവത്തിൻ്റെ പുസ്തകമല്ല എന്നും അത് മുഹമ്മദൻ ഉഡായിപ്പാണ് എന്നതിനും ഇതിൽ പരം ഒരു തെളിവ് ആവശ്യമില്ല. ഖുർആൻ വായിച്ചവരിൽ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായത് ഇതുപോലുള്ള വൃത്തികേടുകളാണ്. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അൽ-അഹ്സാബ് എന്ന അധ്യായം ഇസ്ലാമിന് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ പ്രഹരമാണ്. ഈ അധ്യായം വായിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത് ദശലക്ഷക്കണക്കിന് ആളുകളാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന കേസുകളാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് ആളുകൾ ഇത് വായിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്നും നമ്മുടെ സാധാരണക്കാരായ വിശ്വാസികൾ ഈ മതത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം അവർ ഈ ഖുർആൻ മറിച്ചു നോക്കുന്നില്ല, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനോ പഠിക്കാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വിശ്വാസം പേറിക്കൊണ്ട് നടക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഈ പുസ്തകമൊന്ന് എടുത്ത് മറിച്ച് നോക്കണമെന്നാണ്. ഖുർആൻ ഒന്ന് വായിച്ച് നോക്കണമെന്നാണ്. ഓതിയാൽ പോരാ, അർത്ഥമറിഞ്ഞ് വായിക്കണം. എന്നിട്ട് അതിൻ്റെ തഫ്സീറുകളും അവിടെ മുഫസ്സിറുകൾ കടന്നു ഉരുളുന്നതും ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ആരായിരുന്നു നിങ്ങൾ തലയിൽ പേറിക്കൊണ്ട് നടക്കുന്ന, നെഞ്ചത്തേറ്റിക്കൊണ്ട് നടക്കുന്ന ഈ മഹോന്നതൻ എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന മുഹമ്മദ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മുഹമ്മദിനെ പോലെ ഒരു കള്ളനാണയം ലോക ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത വാക്യം മറ്റൊരു വിഷയമാണ്. അടുത്ത വാക്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.